ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എബ്സിലോൺ ലേണിംഗ്. CBSE 9th സ്റ്റാൻഡേർഡിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഓറിയൻറ്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ 2D കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അതുമായി റിലേറ്റ് ചെയ്തിട്ട് എക്സസൈസ് 1.1, 1.2 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇൻ ദ 2D പ്ലെയിൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്തിരുന്നത് ഒന്നല്ലെങ്കിൽ എക്സ് ആക്സിസിലോ അല്ലെങ്കിൽ വൈ ആക്സിസിലോ ആയിരുന്നു അല്ലേ. അതായത് ഇങ്ങനൊരു എക്സ് ആക്സിസിൽ 2 പോയിൻറ്റ്സ് 2, 0, 4, 0 ആണെങ്കിൽ ഡിസ്റ്റൻസ് നമുക്ക് ഈസി ആയിട്ട് പറയാം. എന്തായിരുന്നു? 4 - 2 അല്ലേ. അവിടെ എക്സ് ആക്സിസിലായതുകൊണ്ട് അവിടെ വൈ കോർഡിനേറ്റ് 0. അല്ലെങ്കിൽ നമ്മൾ കണ്ടത് വൈ ആക്സിസിലായിരുന്നു, അവിടെ എക്സ് ആക്സിസ് എന്തായിരുന്നു? 0 ആയിരുന്നു. അപ്പോൾ വൈ കോർഡിനേറ്റ് തമ്മിൽ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആക്സിസിലല്ലാതെ 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫിഗർ 1.6 ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ ADM ഈസ് എൻ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഹൗ ഡു വി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ് AD, DM ആൻഡ് MA. അപ്പോൾ AD, DM, MA ആ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് C എന്ന പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്യുക. C മാർക്ക് ചെയ്തിട്ട് സിയിലോട്ട് എയും ഡിയും ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ACD. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ADയുടെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. ADയുടെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ CD എന്ന് പറയുന്നത് ബേസ് ആണ്, AC എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ്, ദെൻ hypotenuse square equal to base square plus altitude square. Then അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. AD square equal to DC square plus AC square. DCയുടെ ലെങ്ത് എന്താണ്? അപ്പോൾ DCയുടെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ ആദ്യം C എന്താണെന്ന് അറിയണം. C എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ 3ഉം എക്സിൽ 3ഉം വൈയിൽ 1ഉം. അപ്പോൾ 3, 1 ആണ് C. അപ്പോൾ DC എന്താണ്? DC 7 - 3 4 അല്ലേ. DC 4 ആണ്. ഇനി AC എന്താണ്? ACയുടെ എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? വൈ കോർഡിനേറ്റ് മൈനസ് ചെയ്താൽ മതി. 4 - 1 3. അപ്പോൾ നമുക്ക് ഇക്വേഷൻ DC square 4 square plus 3 square equal to 4 square 16 plus 3 square 9 അല്ല. അപ്പോൾ AD equal to നമുക്ക് എന്ത് പറയാം? ഈക്വൽ ടു √16 + 9. 16 + 9 എന്താ? √25 ഈക്വൽ ടു 5. അപ്പോൾ ADയുടെ ലെങ്ത് നമുക്ക് എന്ത് കിട്ടി? 5 കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി 2 ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. MDയും കാൽക്കുലേറ്റ് ചെയ്യാം, AM-ഉം കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ നമ്മൾ ജോയിൻ ചെയ്യുന്നു. നെക്സ്റ്റ് പോയിൻ്റ് ജോയിൻ ചെയ്യുന്നു, ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു. ഞാൻ പേര് കൊടുക്കുന്നു B എന്ന് പേര് കൊടുക്കുന്നു. ദെൻ ജോയിൻ MB ആൻഡ് DM. അപ്പോൾ Bയുടെ കോർഡിനേറ്റ് എന്തായിരിക്കും? B എക്സ് ആക്സിസിൽ 9ഉം വൈ ആക്സിസിൽ 1ഉം 9, 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ MD square equal to BD square plus BM square ഈക്വൽ ടു BD square എന്താ? BDയുടെ ഡിസ്റ്റൻസ് എന്താ? 9 - 7 2 ആണ്. BM ഡിസ്റ്റൻസ് എന്താ? 6 - 1 5 ആണ്. ഓക്കെ, അപ്പോൾ BD ഈക്വൽ ടു 2 square plus 5 square ഈക്വൽ ടു 2 square plus 5 square 4 plus 25 ഈക്വൽ ടു 29. അപ്പോൾ MD ഈക്വൽ ടു √29. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് AM ആണ്. AM കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഇവിടെ വേറൊരു പോയിൻ്റ് എടുക്കുന്നു. സം F ഈക്വൽ ടു F. ദെൻ ജോയിൻ ചെയ്യുന്നു. AM ജോയിൻ ചെയ്യുന്നു. AFഉം MFഉം ജോയിൻ ചെയ്യുന്നു. ദെൻ കാൽക്കുലേറ്റ് ചെയ്യാം AM. അപ്പോൾ Fൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? F എക്സ് ആക്സിസിൽ 3ഉം വൈയിൽ 6ഉം 3, 6. അങ്ങനെയാണെങ്കിൽ AF എന്തായിരിക്കും? 6 - 4 2. ദെൻ MF എന്തായിരിക്കും? 9 - 3 6. അങ്ങനെയാണെങ്കിൽ AM square equal to നമുക്ക് എന്ത് എഴുതാം?
2 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ഈക്വൽ ടു 4 പ്ലസ് 36 ഈക്വൽ ടു 40. അങ്ങനെയാണെങ്കിൽ എ എം ഈക്വൽ ടു √40. ഓക്കെ, നമ്മൾ അപ്പോൾ ഡിസ്റ്റൻസ് എ ഡി ഡി എം എ എം കാൽക്കുലേറ്റ് ചെയ്തു. എല്ലായ്പ്പോഴും ഇങ്ങനെ ഗ്രാഫ് വരച്ചിട്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോസിബിൾ ആവില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് എന്തെങ്കിലും ഫോർമുല ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് നേരത്തെ തന്ന ഫിഗറിലോട്ട് നമുക്ക് വീണ്ടും പോകാം. ട്രയാങ്കിൾ എ ഡി എം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സി എന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എ സി ഡി ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടുന്നു അല്ലേ. അതല്ലേ നമ്മൾ ചെയ്തത്. എന്നിട്ട് സിയുടെ കോർഡിനേറ്റ് എന്തായിരുന്നു? 3 1 ആയിരുന്നു കോർഡിനേറ്റ്. അപ്പോൾ നമ്മൾ ജനറലായിട്ട് ഞാനിവിടെ ഡിക്ക് x1 y1 എന്ന് കൊടുക്കുകയാണ്. x1 y1. എക്ക് x2 y2 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിക്ക് എന്ത് കൊടുക്കും? സി 3 എന്ന് പറയുന്നത് x2 ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് x2, 1 എന്ന് പറയുന്നത് y1 ആണ്. അപ്പോൾ സി എന്ന് പറയുന്നത് x2 y1 എന്ന് കൊടുത്തു. ഓക്കെ, നേരത്തെ നമ്മൾ എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തത്? ഡി സി നോക്കി, എ സി നോക്കി, ദെൻ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്തു. അതുതന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എ ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് ഡി സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്താ? ഇപ്പോൾ ഇവിടെ ഡി സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്താണ്? x2 മൈനസ് x1 അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ സി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്താണ്? അവിടെ y കോർഡിനേറ്റ് ആണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ y2 x2 തന്നെയാണ്. y2 മൈനസ് y1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? x2 മൈനസ് x1 അതിൻ്റെ സ്ക്വയർ എടുക്കണം അല്ലേ. സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 സ്ക്വയർ. ഓക്കെ, അതാണ് ഒരു ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയാം. അതായത് എ ഡി രണ്ട് കോർഡിനേറ്റ് തമ്മിലുള്ള, രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √, അതിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റുകൾ തമ്മിൽ മൈനസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, പ്ലസ് സെക്കൻഡ് കോർഡിനേറ്റ് തമ്മിൽ മൈനസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, ദെൻ റൂട്ട് കാണാം. ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. അപ്പോൾ നമുക്ക് ജനറലായിട്ട് എങ്ങനെ പറയാം? ഇൻ ജനറൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് x1 y1 ആൻഡ് x2 y2 ഈസ് ഗിവൺ ബൈ √x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഏത് രണ്ട് പോയിന്റ് വന്നാലും നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം അല്ലേ. അതായത് ഏത് രണ്ട് പോയിൻറ്റ്സും എടുക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിൻ്റ് x1 y1, സെക്കൻഡ് പോയിൻ്റ് x2 y2 എന്നെടുത്താൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ? ഫസ്റ്റ് കോർഡിനേറ്റുകൾ തമ്മിൽ എന്ത് കണ്ടുപിടിക്കുക? മൈനസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ, ദെൻ അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അത് തിരിച്ചും x1 മൈനസ് x2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും y1 മൈനസ് y2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും ആൻസർ ചേഞ്ച് ആവില്ല. കാരണം നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടിയാലും അതിൻ്റെ സ്ക്വയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെയിം ആൻസർ ആയിരിക്കും കിട്ടുക. ഈ നെഗറ്റീവ് നമ്പേഴ്സ് വന്നോട്ടെ, പോസിറ്റീവ് നമ്പേഴ്സ് വന്നോട്ടെ, നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഒരു -4 -3, അടുത്ത പോയിൻ്റ് -2 0 എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് x1, ഇത് x1 y1, ഇതെന്താണ്? x2 y2. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? √(-4 -2 സ്ക്വയർ പ്ലസ് -3 -0 ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസും മൈനസും പ്ലസ് ആയി. അപ്പോൾ -4 + 2 ഇസ് ഈക്വൽ ടു √(-2 സ്ക്വയർ പ്ലസ് -3 സ്ക്വയർ. -2നെ സ്ക്വയർ ചെയ്താൽ എന്താ? 4 പ്ലസ് -3നെ സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? 9. √(4 + 9 ഈക്വൽ ടു റൂട്ട് എന്ത് എഴുതാം? √13. അപ്പോൾ ഇക്വേഷൻ ഫസ്റ്റ് കോർഡിനേറ്റുകൾ തമ്മിൽ മൈനസ് ആണ് ചെയ്യേണ്ടത് എന്ന് മറക്കരുത്. മൈനസ് ആണ് ചെയ്യേണ്ടത്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. x2 മൈനസ് x1 ഹോൾ സ്ക്വയർ കാണാം, അല്ലെങ്കിൽ x1 മൈനസ് x2 ഹോൾ സ്ക്വയർ കാണാം. എങ്ങനെ ചെയ്താൽ നമുക്ക് സെയിം ആൻസർ ആയിരിക്കും കിട്ടാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഫിഗർ എന്താണ് പറയേണ്ടതെന്ന് നോക്കാം.
ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നിട്ടുള്ള ആ ട്രയാങ്കിളിൻ്റെ ഒരു റിഫ്ലക്റ്റ് ഇമേജ് ആണ്, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള റിഫ്ലക്റ്റ് ഇമേജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എ ഡാഷ് ഡി ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഡി ഡാഷ് എന്താ, എ ഡാഷ് എന്താ, ആദ്യം എ ഡാഷ് ഈക്വൽ ടു -3,4 ആണ്, ആൻഡ് ഡി ഡാഷ് ഈക്വൽ ടു -7,1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് x1 ആണ്, ഇത് x1 y1, ഇത് x2 y2. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വേഷൻ റൂട്ട് ഓഫ് x1 മൈനസ് അല്ലെങ്കിൽ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, -7 മൈനസ് -3 ഹോൾ സ്ക്വയർ പ്ലസ് 1 മൈനസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് -7 പ്ലസ് 3, മൈനസ് എന്താവും പ്ലസ് ആവും, -7 പ്ലസ് 3 ഈസ് ഈക്വൽ ടു -4 സ്ക്വയർ പ്ലസ് -3 സ്ക്വയർ അല്ലേ. -4 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 16 പ്ലസ് 9 ഈസ് ഈക്വൽ ടു റൂട്ട് 25 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം 5. അപ്പോൾ നേരത്തെ കിട്ടിയിട്ടുള്ള ആ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ കിട്ടിയില്ല. റിഫ്ലക്റ്റ് ഇമേജ് ആയതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് വന്നാലും ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് 2 പോയിൻറ്റ്സ് നമ്മൾക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫസ്റ്റ് കോർഡിനേറ്റുകൾ തമ്മിൽ മൈനസ് ചെയ്യുന്നു, സ്ക്വയർ ചെയ്യുന്നു, പ്ലസ് സെക്കൻഡ് കോർഡിനേറ്റുകൾ തമ്മിൽ മൈനസ് ചെയ്യുന്നു, സ്ക്വയർ ചെയ്യുന്നു, റൂട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്